കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു. പ്രത്യേകാൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന റോസ് ഫാമിലിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ സിസ്റ്റർ കുടുംബം, അതുപോലെ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ്, മാത്രമല്ല മറ്റ് അംഗങ്ങളായിരിക്കുന്ന കർത്തൃദാസിദാസന്മാർ, ഏവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനവും വിശിഷ്യ ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിലുള്ള നന്ദിയും കൃതജ്ഞതയും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ വളരെ ശക്തമായി വിളംബരം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് റോസ് ഫാമിലി എന്ന് പറയുന്നത്. അതിലൂടെ മനോഹരമായ നിലയിൽ ദൈവദാസിദാസന്മാരുടെ തിരുവഴുത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശം മിക്കവാറും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങാറുണ്ട്. അത് കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായും ദൈവവചന ശുശ്രൂഷ നമുക്കേവർക്കും ഒരനുഗ്രഹത്തിന് കാരണമാണ്. ഇന്ന് പകലിൽ അല്പസമയം തിരുവഴുത്തുകളിലേക്ക് തിരിയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ഈ കാലത്തിൻ്റെ കലുഷിതമായ അനുഭവങ്ങളും അവസ്ഥകളുമൊക്കെ നാം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ മൂല്യങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാത്തൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരു സമയത്ത് വളരെ വില കൊടുത്ത് അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും സഹവർത്തിത്വവും അന്യോന്യമുള്ള നല്ല ബന്ധങ്ങളും ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, പല സാഹചര്യങ്ങളുടെ പേരിൽ മനുഷ്യനെ തമ്മിൽ മാറ്റി നിർത്തി, പോരാ ഒന്നുകൂടെ പറഞ്ഞാൽ അവനെ തമ്മിൽ അടുപ്പിക്കുന്ന പലതും ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ ഉരുത്തിരിഞ്ഞ് ഉയർത്തെന്നേറ്റ് വരികയാണ്. ആ നിലകളിൽ മനുഷ്യനെ മാരകരമായ വിഷലിപ്തമായ ആ ദോഷത്തിൻ്റെ വശങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപിടി സാഹചര്യങ്ങളിലേക്ക് ഇന്ന് മനുഷ്യൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ നാം എല്ലാം ഒന്നാണ്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നതും ഒന്നാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വിടുതൽ ഒന്നാണ്. നാം എല്ലാം ഒരപ്പൻ്റെ മക്കളാണ്. നമുക്ക് ഒരുമിച്ച് ആമേൻ ആയിത്തീരണമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ആമേൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നിറത്തിൻ്റെയും നിലവാരത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും പേരിൽ മനുഷ്യൻ പലതട്ടിൽ മാറുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മുടെ അപ്പൻ ഒന്നാണ്, നമ്മുടെ കുടുംബം ഒന്നാണ്, നമ്മിലൂടെ ഒഴുകുന്ന ശിരാനിരകളിലൂടെ ഒഴുകുന്ന രക്തം ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നാം എല്ലാം മാറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്ന ദൈവികമായ സന്ദേശങ്ങൾക്കായി, ആലോചനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ സന്ദേശം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് സായാഹ്ന വേളയിൽ ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യം. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു.
ഒന്നുകൂടെ ആ വാക്യം ഞാൻ ഉരുവിടുന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ചരിത്രം നമ്മൾ പഠിച്ചാൽ എല്ലാ കാലത്തും ഒരു മനുഷ്യനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതൻസിൽ ജീവിച്ചിരുന്ന ഡയോജനിസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മനുഷ്യന്റെയും അടുത്തൂടെ യാത്ര ചെയ്യുക. പകല് നട്ടുച്ചയ്ക്ക് ഒരു ശരറാന്തൽ കത്തിച്ചു വെച്ചോണ്ട് ഇങ്ങനെ മനുഷ്യന്റെ മുഖത്തേക്ക് അടുപ്പിച്ച് പിടിക്കും. ഈ തത്വജ്ഞാനിയായ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കും. അപ്പൊ അവര് ചോദിക്കും, എന്താ നിങ്ങൾ അന്വേഷിക്കുന്നേ? അദ്ദേഹം പറയും, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുക, ഒരു മനുഷ്യനെ അന്വേഷിക്കുക. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കും, ഞാനൊരു മനുഷ്യനാണല്ലോ. ഇല്ല, നിങ്ങളൊരു മനുഷ്യന്റെ കൂട് മാത്രമാണ്. ഞാൻ അന്വേഷിക്കുന്ന മനുഷ്യൻ അല്ല. ഇങ്ങനെ ചന്തസ്ഥലങ്ങളിലൊക്കെ ചെന്ന്, ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന്, ഇങ്ങനെ ആളുകളുടെ അടുക്കലൊക്കെ ചെന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യനെ അന്വേഷിക്കുമായിരുന്നു. ഡയോജനസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത്, ഞാനൊരു മനുഷ്യനെ തിരയുക, എനിക്ക് ആ മനുഷ്യനെ കണ്ടെത്തുന്നവരെ ഞാൻ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും എന്ന് ആ വലിയ മനുഷ്യൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ആ തത്വജ്ഞാനി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ, ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി രാവിലെ കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന അളവിൽ ഈ ഡയോജനസ് എന്ന് പറയുന്ന മനുഷ്യൻ, വേഷഭൂഷാദികളൊന്നും വലിയ കാര്യമായിട്ടില്ല, അദ്ദേഹം ഒരു കലങ്കിൽ, ചെറിയ ആ സഞ്ചരിക്കുന്ന അലക്സാണ്ടർ സഞ്ചരിക്കുന്നതിൻ്റെ തീരത്ത് അതിൻ്റെ സൈഡിലായി ഒരു കലങ്കിൽ ഇരുന്നു കൊണ്ട് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുക രാവിലെ. അലക്സാണ്ടർ ചക്രവർത്തി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഒരു വന്ദനമൊക്കെ സന്തോഷമൊക്കെ പറഞ്ഞെങ്കിലും ഈ ഡയോജനസ് തിരിഞ്ഞു പോലും നോക്കിയില്ല. അലക്സാണ്ടർ ആകെപ്പാടെ അന്തം വിട്ടു. അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്താട്ടെ, ആ വെയിലൊന്നും മറയാതെ ഒന്ന് മാറി നിന്നാട്ടെ എന്ന് അലക്സാണ്ടറോട് പറഞ്ഞു പോലും. ഞാൻ രാവിലത്തെ വെയിൽ കൊള്ളാൻ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ആ വെയിലൊന്നും മറയാതെ ദയവായി ഒന്ന് മാറി നിന്നാട്ടെ. പിൽക്കാലത്ത് അലക്സാണ്ടർ പറഞ്ഞെന്നാണ് പറയുന്നത്, ഞാനൊരു അലക്സാണ്ടർ ആയില്ലെങ്കിൽ ഞാനൊരു ഡയോജനസ് ആയിരുന്നേനെ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോ അത്ര ഒരു അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലെ ആ ചിന്ത, ആ മനുഷ്യനാണ് ഒരു മനുഷ്യനെ അന്വേഷിച്ച് നടക്കുക. പക്ഷെ അതിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ ഞാൻ ആദ്യമേ മുഖമുരയായിട്ട് തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഉത്തരം പറയാം. പീലാത്തോസ് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. ഡയോജനസ് അന്വേഷിച്ച മനുഷ്യൻ എവിടെ? തികവുറ്റ കിടയറ്റ, ലോകം കാണുവാൻ ആഗ്രഹിക്കുന്ന, മാനവവർഗത്തിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന, ചരിത്രത്തിന്റെ നടുവിൽ ആ മനുഷ്യനെ പീലാത്തോസ് പരിചയപ്പെടുത്തുന്നു. ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ യേശുവിനെ അവൻ രാജാവായിരിക്കുമ്പോൾ തന്നെ അവനെ പരിഹസിച്ച് നിന്ദിച്ച് അവനെ മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ പീലാത്തോസ് പറഞ്ഞൊരു പദമുണ്ട്, ആ മനുഷ്യൻ ഇതാ. ഇന്ന് ഈ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ഒരു തികമുറ്റ കിടയറ്റ ഉന്നതനായ അതിശ്രേഷ്ഠനായ മാനവജാതി അന്വേഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ലോക ചരിത്രത്തിൽ കണ്ടെത്തുവാൻ ഒരാളേ ഉള്ളൂ, അത് നസറേനായ യേശുവാണ് എന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ചരിത്രം ഞാൻ വിശദീകരിക്കുമ്പോൾ ഞാൻ പറയാം, തത്വജ്ഞാനികൾ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് അവരുടെ എല്ലാം ആഗ്രഹം ഇങ്ങനെ കിടയറ്റൊരു മനുഷ്യനെ കാണുവാനായിരുന്നു. അരിസ്റ്റോട്ടലിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ഒരു വലിയ തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹം ജെന്റിൽമാൻ
എന്ന് പറയുന്ന ഒരു ചിന്ത, സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യൻ എങ്ങനെ നടക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് വിശദീകരിച്ചുകൊണ്ട് തികഞ്ഞ ഒരു മനുഷ്യനെ വാർത്തെടുക്കുവാൻ ശ്രമിച്ച ഒരു വിജ്ഞാന പുത്രനായിരുന്നു ആര്? ഈ അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത ഒരു സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം എങ്ങനെയായിരിക്കണം നടക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഇരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം കിടക്കേണ്ടത്, അങ്ങനെയുള്ള ഒരാളെ കുറിച്ചുള്ള ചിന്ത. ആ വിജ്ഞാന പുത്രനെ, അങ്ങനെയുള്ള തികഞ്ഞ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ ശ്രമിച്ച, ചിന്തിച്ച, അതിനെക്കുറിച്ച് ആലോചിച്ച, അതിനെക്കുറിച്ച് പഠിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. തികഞ്ഞ മനുഷ്യനെ കാണുവാൻ വളരെ ആഗ്രഹിച്ച് ആ നിലകളിൽ ഒരു മനുഷ്യനെ കുറിച്ചുള്ള, അവനെ വാർത്തെടുക്കുവാനുള്ള ആ വൈജ്ഞാനികമായ ചിന്താ മണ്ഡലത്തിലൂടെ തിരഞ്ഞ ഒരു മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നാം പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ അന്ത്യം വരെ വിഷമവും ഭീതിയും ആ അവസ്ഥകളും നിറഞ്ഞ് തന്റെ ഗുരു ആ പഠിപ്പിച്ച ഫിലോസഫർ കിങ്ങിനെ അലക്സാണ്ടറിൽ കണ്ടെത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. തന്റെ ഗുരുവായിരുന്ന പ്ലേറ്റോ പഠിപ്പിച്ച ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ആ വലിയ ചിന്തകനെ, മനുഷ്യനെ കണ്ടെത്തുവാൻ ഈ അരിസ്റ്റോട്ടിൽ ശ്രമിച്ചു. അലക്സാണ്ടർ ആയിരിക്കാം, പക്ഷേ അലക്സാണ്ടറിൽ കണ്ടെത്തുവാൻ കഴിയാതെ അലക്സാണ്ടറുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ആര്? സ്തോത്രം, ഈ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഈ വലിയ തത്വജ്ഞാനി. കൺഫ്യൂഷ്യസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. അദ്ദേഹം ഒരു വലിയ തത്വജ്ഞാനിയാണ്. അദ്ദേഹം ചൈനയിലെ തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് ആദർശങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ശക്തനായ ഒരു രാജാവിനെ അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചിന്ത, ശക്തനായ ഒരു രാജാവ് വരണം, മനുഷ്യന്റെ ആദർശങ്ങളും പഠനങ്ങളും അതിനെ സാംശീകരിച്ച് അതിൻ്റെതായ നിലയിൽ ഉയർത്തുവാനും വളർത്തുവാനും ആ നിലകളിലുള്ള രാജാവിനെ അദ്ദേഹം അന്വേഷിച്ചു. രാജ്യങ്ങൾ തോറും നടന്നൊരു മനുഷ്യനാണ് കൺഫ്യൂഷ്യസ്. പക്ഷെ എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരാളെ കണ്ടില്ല. ധ്യാനം ചെയ്യുന്നതിനും രാത്രി മുഴുവൻ ഉറക്കമില്ലാതെയും ആഹാരമില്ലാതെയും ചെലവഴിച്ചു, പ്രയോജനമുണ്ടായില്ല. ഒരു ബുദ്ധിയുള്ള രാജാവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് താന് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനിടയായി. ഞാനിതൊക്കെ പറയുന്നതിനെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ബുദ്ധിശാലികളായ ഉന്നതന്മാർ, തത്വചിന്തകന്മാർ, അവരെല്ലാം ആഗ്രഹിച്ച ആ മനുഷ്യൻ, ആ രാജാവ്, ആ വിജ്ഞാന വൈഭവം നിറഞ്ഞ മനുഷ്യൻ ആരാണ്? അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാം, അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് അവരുടെ ചിന്തയുടെ മൂശയിലൂടെ പടുത്തുയർത്തിയ അനേക ചിന്താശകലങ്ങളും അനേക പാഠങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പലർക്കും അതിനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. യവന തത്വചിന്ത എന്ന് പറയുന്നത് സ്തോത്രം, മതങ്ങളുടെ പരാജയങ്ങൾക്ക് അനന്തരം കടന്നു വന്നതാണ് തത്വചിന്ത. അതിനെക്കുറിച്ച് സവിസ്താരമായിട്ട് വിശദീകരിക്കുന്നില്ല. ചില കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ വിഷയത്തിലേക്ക് കയറുവാൻ ഒന്ന് രണ്ട് പശ്ചാത്തലങ്ങളിലൂടെ ഞാൻ കടന്നു വന്നു എന്ന് മാത്രമാണ്. സ്തോത്രം, ഏതാണ്ട് ക്രിസ്തുവിന് മുൻപ് 650 മുതൽ 300 വരെയുള്ള കാലയളവിൽ മാനവചരിത്രത്തിലെ മധ്യാഹ്ന വേള അഥവാ മസ്തിഷ്ക പ്രഭാവം കൊണ്ട് ലോകം ഉണർന്ന സന്ദർഭമായിരുന്നു. സ്തോത്രം, ജീവിതത്തിന്റെ ആഗ്രഹം, ഇച്ഛാശക്തി, യുക്തി എന്നീ 3 വിഭാഗങ്ങളുണ്ട്. ഇവ 3ഉം ന്യായമായി വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ മാത്രം നന്മ നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകും. അങ്ങനെയുള്ളവ ഭരണം ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ന്യായമായി ഭരണം ഉണ്ടാകുന്നത് എന്ന് അവർ പഠിപ്പിക്കുവാനിടയായി. സ്തോത്രം, ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ നിലകളിൽ തത്വചിന്തകന്മാർ ആഗ്രഹിച്ചു ഉന്നതനായ ഒരു വ്യക്തിത്വത്തെ, സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു രാജാവിനെ. അമേൻ. ഡയോജനസ് പറഞ്ഞതുപോലെ മനുഷ്യന്റെ നടുവിൽ വെറും മനുഷ്യന്റെ അസ്ഥികൂടമല്ല, അകത്ത് മനുഷ്യത്വമുള്ളൊരു മനുഷ്യനെ, മനുഷ്യന് വേണ്ടി ഇറങ്ങി വരുന്നൊരു മനുഷ്യനെ, ഇങ്ങനെ ലോകം മുഴുവൻ ഒരുപോലെ
ആഗ്രഹിച്ച വ്യക്തിത്വങ്ങൾ അനവധി പേരുണ്ട്. ഒരിക്കൽ ശ്രീബുദ്ധനോട് ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ശ്രീബുദ്ധനോട് ചോദിച്ചു, ശിഷ്യന്മാരോട് ശ്രീബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, കാര്യം ഇതൊക്കെയാണെങ്കിലും ഒത്തിരി തത്വജ്ഞാനങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ, ആശയങ്ങളൊക്കെ. എന്നാൽ എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു ബുദ്ധനുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് മൈത്രേയൻ എന്നായിരിക്കും. കണ്ടോ, ശ്രീബുദ്ധൻ പറയുക, അതായത് അദ്ദേഹത്തിന്റെ പേര് സ്നേഹമായിരിക്കും. മൈത്രേയൻ എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ്. ശ്രീബുദ്ധൻ പറയുക, എനിക്ക് ശേഷം വരാൻ പോകുന്നയാള് മൈത്രേയനായിരിക്കും, സ്നേഹമായിരിക്കും. അദ്ദേഹം വന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവന്റെ മനുഷ്യത്വത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് അവന് മടങ്ങി വരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള പാഠം അദ്ദേഹം പറയുകയുണ്ടായി. എന്തിനേറെ പറയണം, റോമൻ വാഗ്മിയും ചിന്തകനുമായ സീസറോ ഒരിക്കൽ ചോദിച്ചത് ഇങ്ങനെയാണ്: രക്ഷകനായി അവതരിക്കുന്ന രാജാവിനെ കാണാൻ ഇനി എത്ര നാള് കാത്തിരിക്കണം? സീസറോയുടെ ഒരു ചോദ്യമാണ്. ചൈനയിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയായ കൺഫ്യൂഷ്യസ്, ഞാൻ പറഞ്ഞത് കൺഫ്യൂഷ്യസ് പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് വരണം, അദ്ദേഹം എല്ലാം അറിയുന്നവനാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേൽ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും. കണ്ടോ, ആ നിലകളിൽ ലോകം മുഴുവൻ ഒരുപോലെ അവൻ ശ്രദ്ധിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ പീലാത്തോസ് പരിചയപ്പെടുത്തുന്നു. ആ മനുഷ്യൻ അതാ ഞങ്ങളുടെ പ്രസംഗ വിഷയം. ആ മനുഷ്യനെ കുറിച്ചുള്ളതാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. ആരാ? ലോകം മുഴുവൻ കാത്തിരുന്ന തത്വചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും ഒക്കെ തനതായ നിലയിൽ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെയൊക്കെ ആമൻ നിവൃത്തി എന്നുള്ള നിലയിൽ ലോകം മുഴുവൻ ഒരുപോലെ കാത്തിരുന്ന ആമേന കാത്തിരിപ്പിന്റെ മറുപടി എന്ന വണ്ണം ചരിത്രത്തിൽ ഇറങ്ങി വന്ന ചരിത്ര പുരുഷനായി ആമേൻ മാനവവർഗത്തിന് വേണ്ടി തങ്ങളുടെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് ആ ക്രൂശിന്റെ മേൽ കയറുവാനായിട്ട്, ആ ക്രൂശിതനായി തിരുവാൻ അവൻ ചില മണിക്കൂറുകൾ മാത്രം, ചില മിനിറ്റുകൾ മാത്രം തന്നെ മുൻപിലുള്ളപ്പോൾ അവൻ റോമൻ ഗവർണറായ പീലാത്തോസ് പ്രഖ്യാപിക്കുന്നു, ഇതാ ആ മനുഷ്യൻ, ആ മനുഷ്യൻ ഇതാ, ലോകം മുഴുവൻ കാത്തിരുന്ന മനുഷ്യൻ ഇതാ. ആ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഒന്ന്, അവൻ രാജാവാണെന്നുള്ളതാ. രാജാവാ കേട്ടോ, രാജാതിരാജാവാ. ഒന്നുകൂടെ പറയാം, പീലാത്തോസ് പറഞ്ഞു, ആമേൻ നീ രാജാവോ എന്ന് ചോദിച്ചു. യേശുവിനോട് ഒരു ചോദ്യമാ, നീ രാജാവോ? സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു. അതെ, ഞാനാകുന്നു. കണ്ടോ, ചെങ്കോലന്തരം കയ്യിലില്ല, സിംഹാസനമില്ല, തന്റെ അടുക്കൽ നിൽക്കുവാൻ ആളുകളില്ല, തന്റെ രാജ്യത്വത്തെ പ്രഘോഷിക്കാനോ രാജ്യമോ ഒന്നും വന്ന് കാണുന്നില്ല. പക്ഷേ കർത്താവ് രാജാതി രാജാവാണെന്ന് പീലാത്തോസിന്റെ മുൻപിൽ ഉറക്കെ പ്രഖ്യാപിച്ചു. പീലാത്തോസിന് ഒരു കാര്യം മനസ്സിലായി, കേവലം ഒരു മനുഷ്യനല്ല യേശു ക്രിസ്തു, താൻ രാജാതി രാജാവാണെന്ന് പീലാത്തോസിന് വാസ്തവത്തിൽ മനസ്സിലായി. ഇന്ന് പലർക്കും യേശുവിനെ ഉള്ളതുപോലെ മനസ്സിലാകുന്നില്ല. ചില ആളുകൾ, ചില പുള്ളികൾ ABCDEFGH പഠിച്ചാൽ മതി, പിന്നെ ദൈവമില്ലെന്നാ പറയുന്നത്. സ്കൂളിലോട്ടും കോളേജിലോട്ടും ഒക്കെ ഒന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത കാലത്ത് ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇതൊക്കെ ചുമ്മാതാ. എന്നാൽ ഈ ചന്ദ്രനിൽ പോയ ഒരു മനുഷ്യൻ ഈ മാരാമണി വന്ന് പ്രസംഗിച്ചു. ജെയിംസ് ഇർവിൻ എന്നാ പുള്ളിയുടെ പേര്. മാരാമണി വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം, ഞാൻ പ്രസംഗിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചന്ദ്രനിൽ നിന്നുണ്ടായിരുന്ന കല്ലും മണ്ണും ഒക്കെ അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, ഇത് ഞാൻ ചന്ദ്രനിൽ ചെന്നേ അവിടെ വാഹനം ഓടിച്ചു, അവിടുത്തെ കല്ലാണ് മണ്ണാണെന്നൊക്കെ പറഞ്ഞ് ഉയർത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേൾക്കണോ? ഞാൻ ചന്ദ്രനിൽ പോയതല്ല വലിയ കാര്യം, ഞാൻ ഉന്നതമായ ഡിഗ്രി എടുത്തു, ഞാനൊരു വലിയ മനുഷ്യനാണ്,
അമേരിക്കയിൽ നിന്ന് എന്നെ ചന്ദ്രനിലേക്ക് അയച്ചു. ഇതെല്ലാം വലിയ കാര്യമാണ്. പക്ഷെ അതിലും വലിയ കാര്യം പാപിയെ തേടി സ്വർഗം വിട്ട് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജെയിംസ് ഇർവിൻ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ വലിയ കാര്യം ഞാൻ കുറച്ച് പഠിച്ചെന്നുള്ളതല്ല, കുറച്ച് ഡിഗ്രി നേടിയെന്നുള്ളതല്ല, ചന്ദ്രനിൽ പോയെന്നുള്ളതല്ല. അതിലും വലിയ കാര്യമാണ് ഉന്നതങ്ങളിൽ ഉയരങ്ങളിൽ ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരുന്നവൻ ഈ താണ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവർഗത്തിന്റെ നടുവിൽ കടന്നു വന്നതാണ് ഏറ്റവും വലിയ സംഭവമെന്ന് അദ്ദേഹം അന്ന് അവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ ഇറങ്ങി വന്ന ക്രിസ്തുവിനെ ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല. എന്നാൽ യേശുവിനെ മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ചിന്തകൾ വളരെ വേഗം ഞാൻ യേശുവിനെ കുറിച്ച് ഓർപ്പിക്കുവാനാണ് ഇന്ന് തുടർന്ന് താല്പര്യപ്പെടുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ആരും ജനിക്കാത്തതുപോലെയാണ് യേശു ജനിച്ചത്. ചരിത്രത്തിൽ ലോകത്തിൽ അനേകർ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളോ അല്ലെങ്കിൽ മതങ്ങളോ അല്ലെങ്കിൽ തത്വചിന്തകളോ ആശയങ്ങളോ ഒക്കെ അവതരിപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ ജനനത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനിച്ച ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താ തെളിവ്? അതേന്നെ, അനവധി തെളിവുകളുണ്ട്. യേശുവിന്റെ ജനനത്തിന് 450 വർഷങ്ങൾക്ക് മുൻപ് യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖാ പ്രവാചകൻ പ്രവചിച്ചു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നിന്നിൽ നിന്നാണ് യഹൂദയുടെ ഇസ്രായേലിന്റെ തലവൻ ഉത്ഭവിക്കേണ്ടത്. അപ്പോ ബേത്ലഹേമിൽ യേശു ജനിക്കുമെന്നും അത് 450 വർഷങ്ങൾക്ക് മുൻപ് മീഖാ പ്രവാചകൻ പ്രവചിച്ചു. 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് പ്രവചിച്ചു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേര് വിളിക്കപ്പെടും. 750 വർഷങ്ങൾക്ക് മുമ്പ്. ശ്രദ്ധിക്കണം, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോൽമേലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ്. യേശു ജനിക്കുന്നതിന് അങ്ങനെ അനവധി വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച പ്രവചനങ്ങളുടെ ഒരാകത്തുക പഴയ നിയമ പുസ്തകങ്ങളിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സവിസ്താരമായി വിസ്തരിച്ചാൽ സമയം പോരാതെ വരും. ജനിക്കുന്നതിന് മുമ്പ് ജനിക്കും, ഇന്നടത്ത് ജനിക്കും, ഇന്നതുപോലെ ജനിക്കും, ജനന സമയത്ത് ഇന്നതെല്ലാം നടക്കും, ജനന സമയത്ത് ഒരു കൂട്ടക്കരച്ചിലുണ്ടാകും എന്നൊക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞെന്ന് റാഹേലിന്റെ മക്കൾ നിലവിളിക്കും. നമുക്കറിയാമല്ലോ, അന്ന് ഹേരോദാവ് അനേക കുഞ്ഞുങ്ങളെ കൊല്ലിച്ച ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം പോലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ എഴുതി വെച്ചു. എന്തിനേറെ പറയണം, ഇതുപോലെ പ്രവചന നിവൃത്തി എന്ന വണ്ണം ലോകത്തിൽ ജനിച്ച ഒരൊറ്റ വ്യക്തിയില്ല. ഇവിടെ ജനിച്ച പല ആളുകളുടെയും ജാതകം എഴുതിയിരിക്കുന്നത് അവരുടെ ജനനശേഷമാണ്. സപ്പോസ് മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക, ആ അമ്മയോട് ചെന്ന് ചോദിക്കുക എന്നിരിക്കട്ടെ, ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞ് ആരായിരിക്കും അറിയാമോ? മഹാത്മാഗാന്ധിയെ അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ അന്ന് പേരൊന്നും അറിയത്തില്ലെങ്കിലും ഈ അമ്മ പറയും ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ല. കാരണം അറിയത്തില്ല. ജനിച്ച് ജീവിച്ച് പഠിച്ച് വളർന്ന് അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി നമ്മുടെ രാഷ്ട്രപിതാവായി മാറി. അന്നേരം എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹം രാഷ്ട്രപിതാവാണെന്നുള്ളത്. എന്നാൽ ജനിക്കുന്നതിന് മുമ്പ് ജാതകം എഴുതപ്പെട്ട ഒരുവരേ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടല്ലേ വളരെ ശക്തിയോടുകൂടെ ഈ സുവിശേഷം നെഞ്ചും നെറ്റിയും കാണിച്ച് പ്രസംഗിക്കുന്നത്. ഇന്നും വടക്കേ ഇന്ത്യയിൽ ഒത്തിരി എതിരുകളും പോരുകളുമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന ചില സംഭവങ്ങൾ. അതിനെക്കുറിച്ചൊന്നും ഞാൻ സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. സുവിശേഷം എന്ന ലോകത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയോ അന്ന് മുതൽ ദൈവമക്കൾക്ക് എതിരുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, നിന്ദകളും കഷ്ടങ്ങളും പീഡനങ്ങളുമുണ്ട്. പക്ഷെ സുവിശേഷം പരാജയപ്പെട്ടിട്ടില്ല. ഇരുമ്പ് ഉരുക്കിന്റെ ഭരണകൂടമായ റോമൻ സാമ്രാജ്യത്തിൽ
രാജാക്കന്മാർ സുവിശേഷത്തിനെതിരെ ശക്തിയോടെ പടപൊരുതിയ ചരിത്രം ഈ സുവിശേഷത്തിനുണ്ട്. എന്നാൽ ഇവര് പടപൊരുതിയെങ്കിലും നിങ്ങൾക്കറിയാമോ, ഇരുമ്പ് കോട്ടകളെ തകർത്തുകൊണ്ട് ശക്തിയോടെ അവൻ പുറത്തു വന്ന് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ലോകമെമ്പാടും വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് ഇന്നും ശക്തിയോടെ പടർന്ന് പന്തലിക്കുന്ന ഒരേ ഒരു പ്രത്യേക ശാസ്ത്രമേ ഉള്ളൂ. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതിനെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സുവിശേഷത്തെ ഒതുക്കാൻ ആർക്ക് കഴിയും? സ്തോത്രം. കാറ്റിനെ ഒതുക്കുന്ന പോലെ ഉള്ളൂ. കാറ്റിനെ ഒതുക്കാൻ പറ്റുമോ? സുവിശേഷത്തെ ഒതുക്കാം. കാറ്റിനെ പിടിച്ച് ഒതുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? സുവിശേഷത്തെ ഒതുക്കാം. പക്ഷേ ചിലരുടെ എല്ലാം ധാരണ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഹാബേലിനെ കൊന്നാൽ ആരാധനയും സുവിശേഷവും ആത്മീയ ശുശ്രൂഷയും ഒക്കെ മുടങ്ങുമെന്ന് പിശാച് നിലച്ചു. ഒരു കായിനെ കരങ്ങളിലെടുത്തു. അവൻ എന്ത് ചെയ്തു? വയലിൽ കൊണ്ടുപോയി ആരാധിക്കുന്നവനെ വെട്ടി കൊന്നുകളഞ്ഞു. പക്ഷേ ഒരു കായിന്റെ രക്തം ഇന്ന് നിലവിളിക്കുകയല്ല. എന്നാൽ ഏനോശിന്റെ കാലത്ത് ആരാധനയുടെ ശക്തി പിന്നെയും വെളിപ്പെട്ടു. സ്തോത്രം. ഒരു ഹാബേലിനെ അവന്റെ രക്തത്തെ ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ, ഒരു സ്തെഫാനോസിന്റെ രക്തം ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, അനവധി ശൗര്യന്മാര് പുറത്തു വരും. ഇതാ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ലോകത്തിന് അറിയത്തില്ല, ഇന്നത്തെ നേതാക്കന്മാർക്ക് അറിയത്തില്ല. അവൻ ദൈവദാസന്മാരാ അവൻ ഇത് അനുഭവിക്കുകയും ഇത് സഹിക്കുകയും ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയും അടിയും ഇടിയും വേദനകളും സഹിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊന്നറിയാം, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവൃത്തി ചലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ ശക്തിയുള്ള ദൈവപ്രവൃത്തിയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഭരണകൂടങ്ങളും ശക്തിയേറിയ നിലയിൽ മതത്തിന്റെ വ്യാപാരങ്ങളും എന്ന് വേണ്ട ദൈവജനത്തിനെതിരെ വർഗീയമായിരിക്കുന്ന പോരുകളുമൊക്കെ ആരാധനയ്ക്കും ആത്മീയ കൂട്ടങ്ങൾക്കും ആത്മീയ ശുശ്രൂഷകൾക്കും എതിരെ ഉരുത്തിരിയുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ മന്ദതയുള്ളവരാകാതെ സടകുടഞ്ഞ് എഴുന്നേറ്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു ദൂത് ഞാൻ പറയുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മടുപ്പുള്ളവരായിരിക്കരുത്. പ്രാർത്ഥിക്കണം. നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതൊട്ടും കുറയ്ക്കാൻ പാടില്ല. ഈ ദിവസങ്ങളിൽ ശരിയായ ഒരു ഭരണം ഉണ്ടാകുവാൻ, ശക്തിയായി നീതിയുള്ള ഒരു അനുഭവം ഉണ്ടാകുവാൻ എല്ലാ ദൈവമക്കളും ശക്തിയായി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, ഈ ശുശ്രൂഷയുടെ മുൻപിൽ പിൻപിൽ അണിനിരക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ കർത്താവിനെ പോലെ ഒരാൾ ഇവിടെ ജനിച്ചിട്ടില്ല. എണ്ണി എണ്ണി പറഞ്ഞു. ആരുണ്ട് ജനിക്കുന്നതിന് മുമ്പ് ജാതകം എഴുതപ്പെട്ട പുള്ളികൾ? ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ ജനിക്കുന്നതിന് മുമ്പ് ഇന്നിടത്ത് ജനിക്കുമെന്നും ഇന്നതുപോലെ ജനിക്കുമെന്നും ജനത്തിങ്കിൽ ഇന്നത് സംഭവിക്കുമെന്നും ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് 400, 750, 1000, 2000 വർഷങ്ങൾക്ക് പുറകിൽ യേശുവിനെ കുറിച്ച് എഴുതിയ പ്രവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ചരിത്രത്തിൽ പിറന്നു വീണ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാ. ഇത് പറയുമ്പോൾ നിങ്ങളെ മതം മാറ്റാൻ പറയുകയല്ല, പക്ഷെ സത്യമിതാ. സത്യമാ മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത്. സത്യമകത്ത് കയറിയാൽ മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നേ. മനുഷ്യനെ മതിക്കുന്ന പാപത്തിന്റെ കനത്ത ശക്തിയുടെ ഇരുട്ട് വെളിച്ചം വരുമ്പോ കെട്ടരിഞ്ഞ് മാറുക. അതാ സംഭവിക്കുന്നേ. വെളിച്ചം വന്നു കഴിയുമ്പോ ഇരുട്ട് ഓടിപ്പോത്തില്ലേ? പോവും. പിന്നെ ഇരുട്ടിന് നിൽക്കാൻ പറ്റുമോ? ടോർച്ച്, വലിയ കട്ട വെളിച്ചം ഊരിട്ട് നടുവിലൊന്ന് ടോർച്ച് അടിച്ച് നോക്കിയേ. വെളിച്ചം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ ആ ഇരുട്ടോടി മാറുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ശക്തിയായി വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇതുപോലെ സുവിശേഷം. സുവിശേഷം വെളിച്ചമാ. ആമേൻ. ഇതിനകത്തെ പ്രകാശം ഇങ്ങോട്ട് വിളങ്ങുമ്പോഴുണ്ടല്ലോ, അന്ധകാരത്തിന്റെ, ദുഷ്ടന്റെ, പാപത്തിന്റെ, പിശാചിന്റെ കെട്ടുകളൊക്കെ പൊട്ടും. അതെന്താന്ന് ചിലർ ചോദിക്കും. പറയാം, ജീവിതത്തെ മതിക്കുന്ന പാപം അത് ഇരുട്ടാണ്. പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഈ നിലകളിലുള്ള അനവധി ഇരുട്ടിന്റെ ശക്തികളാ ഇന്ന് മനുഷ്യരെ കൊണ്ട് ഈ ദോഷത്തിലേക്ക്, നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്.
കുടുംബങ്ങളും തലമുറകളും ഒക്കെ തകരുന്നതിന്റെ കാരണം എന്താ? ഇരുട്ടിന്റെ ശക്തിയാ. എന്നാൽ ഇതിന്റെ നടുവിൽ സത്യ സുവിശേഷത്തിന്റെ വെളിച്ചം ഏത് ഗ്രാമത്തിൽ ചെന്നിട്ടുണ്ടോ, ഏത് സ്റ്റേറ്റിൽ ചെന്നിട്ടുണ്ടോ, ഏതിടത്ത് ചെന്നിട്ടുണ്ടോ, ഏത് കുടുംബത്തിൽ ചെന്നിട്ടുണ്ടോ, ഏത് വ്യക്തികളിൽ ചലിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം മതം മാറിയിട്ടില്ല. അവന്റെ അകത്ത് എന്ത് സംഭവിച്ചു? വെളിച്ചമുണ്ടായി. അവന്റെ ജീവിതം മാറി. അവൻ ട്രാൻസ്ഫോമായി. അവന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നു. ഇതാണ് സുവിശേഷം മുഖാന്തരം സംഭവിക്കുന്നത്. ഞങ്ങൾ അനവധിയിടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവരാ. നിങ്ങൾക്കറിയാമോ, കുമളിയിൽ ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 40 ലക്ഷം രൂപ കടമായിട്ട് കുമളിയിലെ ഒരു ലോഡ്ജി വന്ന് മുറിയെടുത്ത് രാത്രി തൂങ്ങിച്ചാകാനിരുന്ന മനുഷ്യൻ. ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക വാതുക്കെ, ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് കാലയിലേക്ക് വീണു. അലറി കരഞ്ഞുകൊണ്ട് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ സഹോദര? അദ്ദേഹം ഞങ്ങളുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 40 ലക്ഷം രൂപ കടക്കാരനാ, ഇന്ന് രാത്രി ലോഡ്ജി തൂങ്ങാമെന്നതാ. ജീവിതത്തിൽ ഞാൻ മതത്തിൽ ആശ്രയിച്ചു, നേതാക്കന്മാരിൽ ആശ്രയിച്ചു, പല വഴികൾ തിരഞ്ഞു, അവിടെ എങ്ങനെ രക്ഷപ്പെട്ടില്ല. ഇനി അവസാനം മരണം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മൂന്നാറിൽ നിന്ന് കുമളി വന്നതാ. കുമളി ലോഡ്ജി തൂങ്ങാമെന്നതാ. അന്ന് രാത്രി അവൻ രക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ കൂടെ ഏജിയിലെ സഹോദരന്മാരുണ്ടായിരുന്നു, അസംബ്ലിയിലെ. ആ സഹോദരന്മാർ കൂട്ടിയവനെ. നിങ്ങൾക്കറിയാമോ, ഇന്ന് ജീവനോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ കടബാധ്യതകളെല്ലാം പതുക്കെ പതുക്കെ മാറി. ഇന്ന് അവന്റെ ജീവിതം ധന്യമായി. യേശു അവന്റെ അകത്ത് വന്നപ്പോൾ അവന്റെ ജീവിതം മാറി. ഇതുപോലെ വിടുതൽ നൽകുന്ന അനുഭവം വേറെ ഏതാ ഉള്ളത്? ഞാൻ തലയോലപ്പുറമ്പിനടുത്ത് ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ ഉണ്ട്. റെയിൽവേ പാളമുള്ള സ്ഥലത്ത് അടുത്താണ് ഞങ്ങൾ ആരാധന നടക്കുന്നത്. ആരാധന കുറച്ചു പേരേ ഉള്ളൂ. ഞങ്ങൾ ശക്തിയോടെ ഞാൻ സംഗീതം വായിച്ച് എഴുന്നേറ്റൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ മുടിയെല്ലാം ഇങ്ങനെ മറപ്പിച്ച് മരിക്കാൻ വേണ്ടി റെയിൽവേയിലോട്ട് ഓടിയൊരു സ്ത്രീ. അവർക്ക് തോന്നി ഈ പ്രാർത്ഥനാ സ്ഥലത്തോട്ടൊന്ന് കയറണം. ഓടി വന്നു, പ്രാർത്ഥനയുടെ നടുക്ക് വന്നിരുന്നു. എന്ത് സംഭവിച്ചതറിയാമോ? അവളുടെ ജീവിതം പാടെ മാറി. മരിക്കാൻ പോയ അവളുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു. ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. അത്രേ പറയുന്നുള്ളൂ, സമയമില്ലാത്തത് കൊണ്ട്. എത്ര തകർച്ചയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുന്നതാ സുവിശേഷം. ഇതുകൊണ്ടല്ലേ, ഇത് അനുഭവത്തിലായത് കൊണ്ടല്ലേ ഞങ്ങളിത് പ്രസംഗിക്കുന്നേ. ഇവിടെ കിടക്കുന്നവർ കഷ്ടപ്പെട്ട് വടക്കേ ഇന്ത്യയിൽ പോയി പീഡയും കട്ടതയും വേദനയൊക്കെ അനുഭവിച്ച്, നമുക്കറിയാമല്ലോ, നമ്മുടെ സ്തോത്ര കന്യാസ്ത്രീമാര് പോലും ആ നിലകളിൽ ആതുര ശുശ്രൂഷയൊക്കെ ചെയ്ത് ദൈവദാസന്മാർ അവിടെ പോയി സുവിശേഷം പറഞ്ഞ് ഈ നിലകളിൽ ജനത്തെ നേടുന്നതിന്റെ പുറകിലുള്ള വികാരമേതാ, അവരെ പ്രേരിപ്പിക്കുന്നതേതാ? യേശുവിന്റെ മഹാസ്നേഹവും ആ ക്രൂശിലൂടെ ദൈവം നൽകിത്തന്ന നിത്യജീവന്റെ ആ സുവിശേഷത്തിന്റെ മാർഗവുമല്ലേ. ഇതിനെ മാറ്റിമറിക്കുവാൻ ലോകത്തിൽ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല, ഇല്ലവേ ഇല്ല. ഞങ്ങളുടെ ഒരു പഴയ പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രവചിച്ചു, അന്ത്യകാലത്ത് ഭയങ്കരമായ ഒരു പ്രതിസന്ധി ദൈവമക്കൾക്ക് നേരെ വരും. അദ്ദേഹം പ്രവചിച്ചു, വടക്ക് നിന്നൊരു വലിയ വാള് വരും, ഭയങ്കരമായൊരു പ്രതിസന്ധി വരും. പക്ഷെ തെക്ക് നിന്നൊരു തീ പിടിക്കും. ഈ തീ ഏതാണെന്നറിയാമോ? ദൈവജനത്തിനെതിരെ വരുന്ന വാളിന് നേരെ നിൽക്കുന്ന തീ ഏതാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ തീയ. ഹല്ലേലൂയ! ഒരു പരിശുദ്ധാത്മാവിന്റെ തീ കേരളത്തിൽ കത്താൻ പോവാ. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളാരും ചുമ്മാ കിടന്ന് കൈയിട്ട് തല്ലുകയല്ല, ഞങ്ങളാരും ചുമ്മാ കിടന്ന് പ്രസംഗിക്കുകയല്ല. ഞങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം നടക്കുന്നുണ്ട്. ആ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. ആമേൻ. ഊരിപ്പിടിച്ച വാളുമായി ഒരു ശൗല് അവൻ ദൈവസഭയെ മുടിക്കാൻ വന്നപ്പോൾ അവനെ തകിടം മറിച്ച് അവനെ ഒരു പൗലൂസാക്കി മിസ്ർ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്ത് കർത്താവിന്റെ സഭയെ പണിയുവാൻ ആമേൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അനവധി 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 ജീവിതങ്ങളെ പണിതെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം അനേകരെ ഒരുക്കാൻ പോവുക. അതിൻ്റെ കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിനെ പോലെ മറ്റാരുമില്ല. അവനൊപ്പം പറയാൻ
ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടോരാരുമേ ഒരു നാളും പിരിയാതെ മോദമായി മരുവിലും രാവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ക്രിസ്തുവിനെ പോലെ ഒരാളെ നിരത്തി വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ചരിത്രത്തിലുണ്ടോ? ഇല്ല. ഒന്ന്, അവന്റെ ജനനം നിസ്തുല്യമായിരുന്നു. മുന്നമേ പ്രവാചകന്മാര് പറഞ്ഞു, ദൈവവചനമാകുന്ന വിത്ത് കന്യകയാകുന്ന പാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജഡമെടുത്തതാണ് ക്രിസ്തു. വചനം ജഡമായി. വാക്യങ്ങളൊന്നും എടുത്ത് ഞാൻ വിസ്തരിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, ജന്മന കർമ്മണ മനുഷ്യൻ പാപികളാണ്. ആമേൻ. ദാവീദ് പറഞ്ഞു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്നാൽ പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ, ദൈവവചനമാകുന്ന വിത്ത്, ആമേൻ, വിശുദ്ധ കന്യകയുടെ പാത്രത്തിൽ അവൻ പാപം കൂടാതെ ഈ പാരിടത്തിലേക്ക് ജഡമെടുത്തു വന്നതാ ക്രിസ്തു. അതാ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ജനനത്തിങ്കൽ പാപമില്ലെന്ന് പറയുന്ന അതാ. ജന്മനാ അവൻ പാപിയല്ല. ലോകത്തിൽ ജനിച്ചവരെല്ലാം പാപികളാണ്. പുരുഷന്റെ സന്താനങ്ങളാ. പുരുഷ സ്പർശനം കൂടാതെ, പുരുഷ ബീജം കൂടാതെ ഇവിടെ ഒരു ജനനവും നടന്നിട്ടില്ല. അങ്ങനെയും ജനിച്ചു ഇങ്ങനെയും ജനിച്ചു എന്നൊക്കെ പലരും അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമില്ല. ചുമ്മാത. പുരുഷ സ്പർശനം കൂടാതെ ഇവിടെ ഒരു ജനനവും നടക്കുന്നില്ല. പക്ഷേ പുരുഷ സ്പർശനം കൂടാതെ ജനിച്ച ഒരുവൻ ചരിത്രത്തിലുണ്ട്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാ. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തു. 2, എൻ്റെ കർത്താവ് ചെയ്ത പോലെ അത്ഭുതങ്ങൾ ആരാ ചെയ്തേ? ഇതാ മനുഷ്യനെന്ന് പറയണമെങ്കിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ ഒന്ന് നോക്കിക്കേ. 3 ദിവസം മരിച്ചിട്ട് നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നില്ലേ? യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചില്ലേ? ബദമയുടെ മകനെ ഉയർപ്പിച്ചില്ലേ? എന്തിനേറെ പറയണം, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയില്ലേ? രക്തസ്രവമുള്ള സ്ത്രീ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവളെ ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ ജീവിതത്തെ തൊട്ട് എന്റെ കർത്താവ് അത്ഭുതം ചെയ്തില്ലേ? എണ്ണി പറഞ്ഞാൽ നിരവധി. ബൈബിളിൽ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നു, അവൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ പോരാ. പുസ്തകങ്ങൾ തികയുകയില്ല. ആ നിലകളിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലും വലിയ അത്ഭുതം ജീവിതങ്ങളെ മാറ്റിമറിച്ചെന്നുള്ളതാ. പാപികളെ പാപവും ദോഷവും അകൃത്യവും അനർത്ഥവും ദൈവത്തെ കൂടാതെ ജീവിച്ച അനവധി ആളുകളെ രൂപാന്തരപ്പെടുത്തി. പള്ളിപ്പക്തരായിരുന്നവർ, പരീശന്മാർ, സത്യമറിയാതെ ഉഴലുന്നവർ, എന്തിന് ജീവിതത്തിൽ തകർന്നവർ, ഉടഞ്ഞവർ, ആശയില്ലാത്തവർ, ഒന്നുകൂടെ പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ളവരെല്ലാം ഓടി വന്ന് യേശുവിന്റെ പാദപീഠത്തിൽ വന്ന് അഭയം തേടിയപ്പോൾ അവരുടെ ജീവിതം അമ്പേ മാറി. എണ്ണി പറയാൻ എത്രയോ പേരുണ്ട്. പാപം വരുത്തി വെച്ച പിന്നെ മുഖാന്തരം 2 കണ്ണും കുരുടായിരുന്നവനെ എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? അവന് കാഴ്ച നൽകി. വഴിയൊഴുകിയിരുന്നുകൊണ്ട് നിലവിളിച്ച ബർത്തിമായിക്ക് അവൻ കാഴ്ച നൽകി. എത്രയോ അത്ഭുതങ്ങൾ. വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട സ്ത്രീ കല്ലെറിയാൻ ഒരു കൂട്ടം ആളുകൾ പുറകെ വന്നു. ആമേൻ. അവളെ കല്ലെറിയാൻ കൊണ്ടുവന്ന് യേശുവിന്റെ മുന്നേ നിർത്തി. കാരണം യേശുവിനെ ഒന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ആരും എറിഞ്ഞില്ല. കല്ല് താഴെ പോയി. ഞാൻ ചോദിക്കട്ടെ, എറിയാൻ വന്നവരുടെ കൂട്ടത്തിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവള് തന്നെ വ്യഭിചാരം ചെയ്തില്ലല്ലോ, ഇവളുടെ കൂടെ വ്യഭിചാരം ചെയ്തവരെന്തിയെ? അതാ ഇന്നത്തെ ലോകം. പകുതി കാര്യം മാത്രമാണ് ഇന്നത്തെ ലോകം നോക്കുന്നത്. പകുതി അവനങ്ങ് ഉപേക്ഷിക്കുക. പിടികൂടേണ്ടവനെ പിടികൂടുന്നില്ല. കണ്ടോ? ഈ സ്ത്രീയെ കല്ലെറിയാൻ വന്നിരിക്കുക. പക്ഷെ സ്ത്രീയുടെ കൂടെ പാപം ചെയ്തവൻ എന്തിയെ? ഒരു പിടിയില്ല. പക്ഷെ എൻ്റെ യേശു പറഞ്ഞു കേൾക്കണോ? സ്ത്രീയെ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളുടെ ജീവിതം അമ്പേ മാറിയെന്നേ. ജീവിതം മൊത്തം മാറി.
അന്ന് വരെ പാപം ചെയ്തിരുന്ന സ്ത്രീയെ എൻ്റെ യേശു മാറ്റിമറിച്ചു. ഇന്നും പാപത്തിൽ ജീവിക്കുന്ന തകർന്ന ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, യേശുവിൻ്റെ അടുക്ക് വന്നേ, നിന്റെ ജീവിതം മാറുവന്നേ. ഇത് വെറുതെ പ്രസംഗിക്കുകയല്ല, വെറുതെ പ്രസംഗിക്കുകയല്ല. നിന്റെ തകർച്ചയെ മാറ്റുന്ന ഒരു യേശുവിനെ ഞങ്ങൾ ഉയർത്തി കാണിക്കുക. ചൂടാമാനവ, യേശുവിൻ്റെ കരങ്ങൾ ഇന്നും അത്ഭുതങ്ങളുടെ കരങ്ങളാവ. തകർന്ന ഏത് ജീവിതമുണ്ടോ, ഉടഞ്ഞ ഏത് ജീവിതമുണ്ടോ, അശരണായ ജീവിതങ്ങളുണ്ടോ, പാപം ചെയ്ത് നിബന്ധിച്ച് ഇനി ജീവിതമില്ലെന്ന് പറഞ്ഞ് അവസാനം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ടോ, ജീവിതത്തിലെ എല്ലാ തകർച്ചകളുടെ മണ്ഡലങ്ങളിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. മാത്രമാണോ യേശു പറഞ്ഞതുപോലെ ആര് പറഞ്ഞു? സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട്. യേശു പറഞ്ഞതുപോലെ ആര് പറഞ്ഞു? ഇല്ല. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാൻ ആടുകളുടെ ഇടയൻ, ഞാൻ സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഇത് പറഞ്ഞത് യേശുവാ, വേറെ ആരും പറഞ്ഞില്ല. ഞാനാണ് എന്ന് തൻ്റെതായി പറഞ്ഞ ഒരാളെ കാണിക്കാവോ? എടാ, നിങ്ങൾ ഇന്നലത്തൂടെ പോയാൽ ഇന്നലത്ത് ചെല്ലാമെന്ന് പറഞ്ഞ പുള്ളികളുണ്ട്. ഇന്നതൊക്കെ ചെയ്, ഇന്നത് കൊടുക്ക്, ഇന്നത് ചെയ് എന്നൊക്കെ പക്ഷെ ഞാനാണ്. എൻ്റെ അടുക്കൽ വരുവീൻ, അധ്വാനിക്കുന്നവരെ, പാപഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് യേശു പറഞ്ഞതാ. യേശുവിൻ്റെ അടുക്ക വന്നവരെല്ലാം ഭാരം മാറിയവരായിട്ടാണ് പോയിട്ടുള്ളത്. ഇന്നും അദൃശ്യനായ ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതും നീറുന്ന ഭാരങ്ങളും പാപങ്ങളും ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഉരുണ്ടു മാറുന്ന പോലെ കേട്ടോ, ആ ക്രൂശിന്റെ ചുവട്ടിലേക്കൊന്ന് വന്നേ. ഇന്ന് ഞാനൊരു കാര്യം പറയാം, എൻ്റെ യേശു നിന്റെ പാപഭാരത്തെ ഉരുട്ടി മാറ്റി നിന്റെ ജീവിതം സ്വാന്തനപ്പെടുത്തുവാൻ എൻ്റെ യേശു മതിയായ ദൈവമാണ്. ഇതൊന്ന് അനുഭവിക്കണം. ഇത് കേവലം പുറമേ തൂത്തുമെഴുക്കി മാറ്റുകയല്ല, മതം മാറ്റുമല്ല. ഇത് അകത്തനുഭവിക്കുക. പാപത്തിന്റെ കെട്ടുപൊട്ടി ആത്മാവിൽ യേശുവിലൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വിടുതൽ അകത്തലത്തിൽ വ്യാപരിക്കുമ്പോൾ മനസ്സിലാകും, അയ്യോ, എൻ്റെ കർത്താവിൻ്റെ അടുക്ക വന്ന സ്വാതന്ത്ര്യമാ, വിടുതലാ, അത്ഭുതമാ, സൗഖ്യമാ. പോരാ, എൻ്റെ യേശു പറയുന്നത് പോലെ, സംസാരിക്കുന്ന പോലെ വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. ആരും സംസാരിച്ചിട്ടില്ല. എൻ്റെ യേശുവിനെ വിസ്തരിച്ചതുപോലെ ആരെങ്കിലും വിസ്തരിച്ചിട്ടുണ്ടോ? 5 കോടതി, സന്നിധ്രീൻ സംഘം, യഹൂദന്മാരുടെ ഒരു വലിയ ഗ്രൂപ്പാണ്, 70 പേരടങ്ങുന്ന വലിയൊരു ഗ്രൂപ്പ് എൻ്റെ യേശുവിനെ വിസ്തരിച്ചു കേട്ടോ. അവരെൻ്റെ യേശുവിനെ വിസ്തരിച്ചു. പീലാത്തോസ്, ഹന്നാവ്, കയ്യപ്പാവ്, ഹേരോദാവ്, 5 കോടതികളിൽ 5 വ്യക്തികൾ, റോമൻ ഭരണാധികാരികൾ, മേലധ്യക്ഷന്മാർ, അന്നത്തെ യഹൂദന്റെ മേലധ്യക്ഷന്മാർ, ഇവരെല്ലാം കൂടെ എൻ്റെ യേശുവിനെ രാത്രി മുഴുവൻ കൊണ്ടു കടന്ന് വിസ്തരിച്ചു. ഇവരതും ഇതുമൊക്കെ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞു, അവനിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, 3 നാൾ കൊണ്ട് മന്ദിരം പൊളിച്ച് പണിയുമെന്ന് പറഞ്ഞു. ഇതൊക്കെ അല്ലാതെ എൻ്റെ യേശുവിനെ കുറിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുണ്ട്? അവരത് ഇതൊക്കെ പറഞ്ഞു. അവൻ മന്ദിരം പൊളിക്കുന്നു പറഞ്ഞു. അത് എന്നാ കേസാ? അത് മതക്കേസല്ലേ? അതിനാ മതക്കോടതിയിലോട്ട് വിടാൻ പറഞ്ഞത് സന്നിധി സംഘത്തിൽ. അവർ എന്നിട്ടും എന്നാ പറഞ്ഞേ? ഒന്നും പറയാൻ പറ്റിയില്ല. അതും ഇതൊക്കെ പറയുന്നു. അവസാനം പറയാ, അവനെ ക്രൂശിക്ക. ക്രൂശിലേറാൻ വന്നവനാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? 22-ാം സങ്കീർത്തനം, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം, ഇവിടെ എല്ലാം എൻ്റെ യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്രൂശിലേക്ക് എൻ്റെ കർത്താവ് നടന്നെടുക്കുകയായിരുന്നു. 5 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിച്ച് അവസാനം പീലാത്തോസ് കൈകടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഇതാ കേട്ടോ. മാനവർഗത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരു നിർദോഷനായ, നിഷ്കളങ്കനായ, ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്രൻ ഇതാ, ആ രാജാവിതാ. വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങളുടെ മുൻപിൽ ഞാനിതാ തരുന്നു, ആ രാജാവിനെ തരുന്നു. അവന് പറഞ്ഞു, അവനെ ക്രൂശിക്ക. ഒരു ബറവാസിനെ അവന് ഏറ്റുവാങ്ങി യേശുവിനെ ക്രൂശിക്കാൻ. ഇന്നും ബറവാസും യേശുവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നീതി വേണ്ട, ന്യായം വേണ്ട, സത്യം വേണ്ട. ഏറ്റവും വലിയ കൊള്ളയും കൊള്ളരുതായ്മയും ഇന്നും മനുഷ്യനെ ഏറ്റുവാങ്ങിയ പാപവും കൊള്ളരുതായ്മയും. ബറവാസിനെ മതി, ബറവാസിനെ മതി. യേശുവിനെ ക്രൂശിക്കുക, സത്യത്തെ ക്രൂശിക്കുക,
സത്യത്തെ ക്രൂശിക്കുക. പക്ഷെ ഒരു കാര്യം പറയാം, പീലാത്തോസേ, നീ വിട്ടുകൊടുത്ത യേശുവിനെ അവർ മുൾക്കിരം കൊണ്ട് തലയിലടിച്ചു. അവന്റെ പുറം അവർ ഉഴവുചാല് പോലെ ഉഴുതു. അവന്റെ മുഖത്തെ രോമം നാണയത്തൊട്ടുകൾ വെച്ച് പറിച്ചു. നാണയത്തൊട്ട് ചേർത്ത് വെച്ച് പറിച്ചു എൻ്റെ യേശുവിൻ്റെ മുഖം. നമ്മൾ കാണുന്ന ക്രൂശിത രൂപം ഒന്നുമല്ല യേശുവിൻ്റെ രൂപം, ഭീവത്സമായൊരു രൂപം. കണ്ടാലാളല്ല എന്ന് തോന്നുമാറേ. ഓ, സുന്ദരനായിരുന്നവൻ വിരൂപനായി തീർന്നു. പാപത്തിൻ്റെ ശാപമായ മരണവും ആ ക്രൂശും അവൻ വഹിച്ചുകൊണ്ട് കാൽവരുടെ ഗിരിമുകൾ വരെ വീണ്ടും എഴുന്നേറ്റും കടന്നുപോയി. അവസാനം 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ പിടഞ്ഞു മരിച്ചു. 7 മൊഴികൾ പറഞ്ഞു കേട്ടോ, ഒന്നും വിസ്തരിക്കുന്നില്ല. അവസാനം ജോസഫിൻ്റെ കല്ലറയിൽ അടക്കി 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ആ മനുഷ്യൻ ഇതാ. ആരാ? ഉയർത്തെഴുന്നേറ്റ മനുഷ്യൻ. മരണം കൊണ്ട് മനുഷ്യൻ അവന്റെ ജീവിതവും എല്ലാം അവസാനിച്ചപ്പോൾ ചവക്കുഴി തുറന്നു നോക്കിയാൽ നഖമോ മുടിയോ വല്ലോ കണ്ടെങ്കിലായി. കുഴിച്ചിട്ടവരെല്ലാം അതിനകത്ത് കിടക്കുക. പോയി, മണ്ണോട് മണ്ണ് പോയി. പക്ഷെ മണ്ണിനെ വെന്ന് മരണത്തെ ജയിച്ചു ഉയർത്തുന്നേറ്റ ഒരേ ഒരുവൻ മാത്രം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ്. ആ മനുഷ്യൻ ഇതാ. നിങ്ങൾക്ക് വേണോ ആ മനുഷ്യനെ? നിങ്ങൾക്ക് വേണോ ആ രക്ഷിതാവിനെ? ഓ റിഖമാന, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ആ കർത്താവിനെ ഉയർത്തി കാണിക്കുക. 5 കോടി 7 പ്രാവശ്യം വിസ്തരിച്ച് ഒടുവിൽ ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രനെ ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞ് പീലാത്തോസ് ചൂണ്ടിക്കാണിച്ചെങ്കിൽ ആ മനുഷ്യനെ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ശ്രദ്ധിക്കുമോ? നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പറഞ്ഞ പ്രവചന രൂപേണ ജനിച്ച് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത് ലോകത്തിൽ ആരും പറയാത്ത അവകാശവാദങ്ങൾ മുഴക്കി, ആരും ചെയ്യാത്തത് ചെയ്ത്, ആരും വിസ്തരിക്കപ്പെടാത്തതുപോലെ 5 കോടതിയിൽ വിസ്തരിക്കപ്പെട്ട് അവസാനം മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ഇതാ നിങ്ങൾക്ക് വേണ്ടി, ഇതാ നിങ്ങൾക്ക് വേണ്ടി. ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കുമോ? മതം മാറണ്ട. ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് യേശുവേ ഞാനൊരു പാപിയാണെന്ന് വിളിച്ചു പറ. യേശു നിന്നെ രക്ഷിക്കാൻ പോകുകയാ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ടവരെല്ലാം രക്ഷിക്കണമേ. ജീവിക്കുന്ന കർത്താവിന്റെ ശബ്ദം, ആമേൻ, ജീവിക്കുന്ന ദൈവപുത്രനെ ഇന്ന് ആമേൻ ഈ സായാഹ്നവേളയിൽ ഉയർത്തുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. ആ യേശുവിനെ ഉള്ളതുപോലെ തിരിച്ചറിയുവാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഇടയാക്കണമേ. ശുശ്രൂഷകളെ മാനിച്ചതിനായി സ്തോത്രം. ശ്രദ്ധിച്ചവരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇനി കേൾക്കുന്നവരെ കർത്താവ് രക്ഷിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.